ഹായ് ഹലോ 12th മാച്ച് ലെവലിലും വീണ്ടും സ്വാഗതം. അങ്ങനെ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മാച്ചും കൂടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഗോൾലെസ് ഡ്രോ ആണ് റിസൾട്ടായി ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കളി അങ്ങനെ തീർന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഐബൻ്റെ റെഡ് കാർഡ് കാരണം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് ടോക്ക് ആയിരിക്കും. ഈ ഒരു മാച്ചിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് കോറോ സിംഗിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഐബന് റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം, അതായത് 30ാമത്തെ മിനിറ്റിലാണ് ഐബന് റെഡ് കാർഡ് കിട്ടുന്നത്. ആൻഡ് ആ ഒരു നിമിഷത്തിന് ശേഷം ആ ഒരു വിങ് മൊത്തം കൈകാര്യം ചെയ്തിരുന്നത് കോറോ സിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്ലെയർ ഓഫ് ദ മാച്ച് കോറോ സിംഗ് ആയി ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മാച്ചിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പുതിയ സൈനിങ് ആയ ഡുസ്കൻ ലഗാട്ടർ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് മാച്ച് ഡെബ്യൂ അത്ര പൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് കിട്ടിയ സമയം അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ ബോൾ കയ്യിൽ കിട്ടി ഒരു ക്രിയേഷൻ നടത്താനുള്ള ഒരു ടൈം, അതേപോലെ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും ഡുസ്കൻ ലഗാട്ടറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ ഒരു ഡെബ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഫുൾ ഫോക്കസ് അലാദി അജാരിക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവർക്കൊരു തോൽവി ഉണ്ടായത്. ഐ മീൻ ഡ്രോയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. ആൻഡ് അതാണ് ഒരു പ്രശ്നം പറഞ്ഞത്. അതായത് ഒരു പ്ലെയറിനെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ്. നമ്മുടെ KBFCയിൽ ഇതിന് മുമ്പെയുള്ള സീസണുകളിൽ ഒരു പരിധിവരെ ഇത് കാണാമായിരുന്നു. ലൂണേനെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ലൂണയ്ക്ക് ഇഞ്ചറി പറ്റിയതിന് ശേഷമാണ് ആ ഒരു ലൂണയിലുള്ള ഒരു ഇത് മാറിയത്, ആ ഒരു കളി രീതി മാറിയത്. എനിവേ പ്ലേ ഓഫ് സാധ്യതകൾ അണയണില്ല എന്ന് തന്നെ നമുക്ക് വീണ്ടും പറയാം. ഈ ഒരു റെഡ് കാർഡിൻ്റെ പ്രശ്നം കാരണം തന്നെയാണ് ഈ ഒരു കളി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും പ്ലേയേഴ്സ് എല്ലാവരും ചത്ത് കളിച്ചിട്ടുണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പ്ലേയേഴ്സ് അവർ പരമാവധി ബെസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഡാനിഷിൻ്റെ കുറേ മിസ് വന്നിട്ടുണ്ടായിരുന്നു. സച്ചിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയുന്നത് വേണം ഈ ഒരു മാച്ചിൽ. അതേപോലെ തന്നെ ഓരോ ആൾക്കാരും അവരുടെ ഇൻഡിവിജ്വൽ എഫേർട്ട് എത്രത്തോളം ഉണ്ട്, അതായത് അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഈ ഒരു മാച്ചിൽ കാണിച്ചു തന്നുണ്ട്. ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് ഇത്രയ്ക്ക് തന്നെ പറയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്പുറം തന്നെ കമൻറ്റ് ബിലോ. അതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്യുന്നുണ്ടാവുക, പിന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.